ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ചില്ലി ഗോബി ഉണ്ടാക്കാം. അതിനാവശ്യമായി ഞാൻ കോളിഫ്ലവർ എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വാഷ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒരു കുറച്ച് നേരം ഉപ്പിട്ട് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് അത് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം മൈദമാവും കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം താളിച്ച് കറക്റ്റ് മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം. അടുപ്പിലോട്ട് വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ഞാൻ വച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ വറുത്ത് കോരി എടുക്കാം. വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഫ്ലവർ കലക്കി മാറ്റിയെടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കലക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. ചെറു തീയിൽ ഇളക്കി എടുക്കണം. ഇളക്കിയെടുത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിന് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതിരിക്കണേ. എന്നാലേ അത് കറക്റ്റ് ഒരു കുറുകി കിട്ടത്തുള്ളൂ. കറി ഒരു നല്ല തിക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറു തീയിലിട്ട് നമുക്കൊന്ന് അതിനകത്ത് മസാല പിടിക്കുന്നവരെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്.